സൈഡ് കണ്ട പ്രദേശം അതിന്ന് മറു സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നു. ഇതിനൊരു 2 അടി വീതിക്ക് 2 അടി. ഞാൻ സന്തോഷം യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ തോട്, കണ്ടം, ഇതിലേക്കെല്ലാം നമുക്ക് കണ്ടം കൃഷി ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും ജലം ആവശ്യമാണ്. അപ്പോൾ ഇതെപ്പോഴും ഇടിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ മാടിടിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് വഴി നമുക്ക് നല്ല രീതിയിൽ കയർ ഉപയോഗിച്ച് നമുക്ക് ശരിക്കും കയറെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ജൈവ പ്രക്രിയയാണ് വരുന്നത്. അപ്പോൾ ജൈവ രീതിയിൽ കയറിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പുല്ലൊക്കെ നട്ട് പ്രത്യേക രീതിയിലുള്ള നമ്മുടെ തോടിൻ്റെ ഭിത്തികൾ, അതല്ല വെള്ളം കയറുന്ന സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കുന്ന ഒരു രീതി, അതായത് ഭൂവസ്ത്ര എന്ന പേരിലാണ് ഇത് അറിയുന്നത്. അപ്പോൾ നമ്മുടെ വാഴത്തോപ്പ്, ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് പഞ്ചായത്തിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ കാണാം, എത്ര മനോഹരമായി ഇതെങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നതെന്ന് കാണാം. നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം, പരിചയപ്പെടാം. നമ്മളിന്ന് ആദ്യമേ വിഷ്വൽസിൽ കാണുന്നത് പോലെ പുതിയതായിട്ടുള്ള ഒരു രീതിയാണ് പരിചയപ്പെടുന്നത്. അത് പ്രത്യേകിച്ച് കർഷകർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന, അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടുകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും വെള്ളം കയറാതെ തടഞ്ഞു നിർത്തുകയും മണ്ണൊലിപ്പിനെ തടയാനുള്ളൊരു സംവിധാനമല്ലേ സാർ ഇത്? അതെ, ഇതിപ്പോൾ നമ്മുടെ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്താണല്ലേ? വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്താണ്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഞാൻ. എൻ്റെ പേര് ജോർജ് പോൾ എന്നാണ്. ഓക്കെ. ഇവിടെ നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി, തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ മണിയാർകുടി മേഖലയാണ് ഇതിനെ തിരഞ്ഞെടുത്തത്. ഓക്കെ. ആദ്യം എന്നാൽ ഇതിൽ ഇടുക്കി ജില്ലയിലെ പൈലറ്റ് പഞ്ചായത്തായിട്ട് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതനുസരിച്ചാണ് നമ്മൾ മണിയാറൻകുടിയിൽ ഇതിൻ്റെ സ്ഥലം പോയി കാണുകയും തോടുകളും വെള്ളക്കെട്ടുകളും കൂടുതലുള്ള സ്ഥലം എന്ന നിലയിൽ അവിടെയാണ്, ആ നേരത്താണ് ആദ്യമായി നമ്മൾ ഈ പദ്ധതി ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഇതിനുള്ള പ്രയോജനം എന്തൊക്കെയാണ് സാർ? ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മണ്ണിൻ്റെ സൈഡ്, തോടിൻ്റെ സൈഡ് ഇടിയല്ല. വെള്ളം വരുന്നതനുസരിച്ച് തോട് ഇടിഞ്ഞ് പോവുകയും കൃഷി നശിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം ഉണ്ട്. അത് മാറ്റമുണ്ടാകും. ഇത് യാതൊരു വേറെ ഭാഗ്യഭാഗങ്ങളൊന്നും ഉള്ളതല്ല, കയർ ഉൽപ്പന്നമാണ്. കയറ് കൊണ്ടാണ് നമ്മൾ ഈ സംവിധാനം ഉണ്ടാകുന്നത്. കയർ ഉൽപ്പന്നം വെച്ചിട്ടാണ് നമ്മൾ ഇത് വിരിക്കുന്നതിന്. തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ഒത്തിരി പഠിക്കേണ്ടതുമില്ല, ഒന്ന് കാണിച്ചു കൊടുത്താൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും വിരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് രാമച്ചം നടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, കൃഷിക്കാർക്കും ഗുണകരമാണ്. പുല്ലാണ് ഇപ്പോൾ നമ്മൾ ഈ മണിയാർകുടി ഭാഗത്ത്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ നട്ടിരിക്കുന്നത് പുല്ലാണ്. ആ പുല്ല് നട്ടു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് പുല്ല് എടുക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. ഒരു കാരണവശാലും മണ്ണ് ഇടിച്ചിട്ടുണ്ടാവില്ല. വെള്ളം ഞങ്ങൾ തന്നെയാണെങ്കിൽ തോട് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ആ തോടിന്റെ ഒഴുക്ക് ഭംഗിയാക്കിയതിന് ശേഷമാണ് സൈഡ് ചെയ്തത്. വളരെ മനോഹരമായാണ് കളക്ടറൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് വളരെ മനോഹരമാണ് എന്ന് തൃപ്തിപ്പെട്ടാണ് കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയത്. കളക്ടർ തന്നെ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് കണ്ടിട്ടാണ് ആക്ച്വലി സാറിനെ കോൺടാക്ട് ചെയ്തത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് തൊഴിലുറപ്പ്. നമുക്കിത് 1 ഏക്കർ സ്ഥലത്ത് ചെയ്തെത്തിക്കാൻ എത്ര രൂപ മുടക്ക് വരുന്നുണ്ട് സാർ? ഇതിപ്പോ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് 4,26,000 രൂപയുടെ പദ്ധതിയാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന മിഷൻ കർണാടകത്തിൽ ചെയ്തേക്കുന്നത്. അങ്ങനെ 4 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ 4,26,000 രൂപ നമുക്ക് എത്ര ഏക്കർ സ്ഥലം കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അങ്ങനെ ഒരു കണക്ക് കിലോമീറ്റർ തോടിന്റെ സൈഡ് ചെയ്തു പോയാണ്. ഓക്കെ. നമ്മളിപ്പോ ഇവിടെ എത്ര സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട്? ഇവിടെ 4 നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിനു മുമ്പും ഇവിടെ ചെയ്ത്, ഇതിന് മുമ്പ് 2020-21 കാലത്ത് കളക്ടറേറ്റിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ മണ്ണിടിച്ചിൽ കൂടുതലുള്ള സ്ഥലത്ത് ഞങ്ങൾ ഈ കയർ ഉൽപ്പന്നം നടത്തുകയും ഇതുവരെ അവിടെ മണ്ണിടിഞ്ഞിട്ടില്ല. കയറിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രയോജനകരമാണ്. ഓക്കെ. കയറായതുകൊണ്ട് മാത്രം ഒരു സംശയം, കയർ, മണ്ണ്, വെള്ളം ഇതെല്ലാം കൂടി അലിഞ്ഞു പോകാനുള്ള സാധ്യത? അതൊരു 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രയോജനം നഷ്ടപ്പെടും, ഡൈലൂട്ട് ആവാൻ തുടങ്ങും. നമുക്കിത് എത്ര വർഷം വരെ? പക്ഷേ ഈ രാമച്ചങ്ങനെ നിൽക്കും. ഓക്കെ. അന്നേരത്തേക്ക് നമ്മുടെ മറ്റൊരു നമ്മുടെ ഈ രാമച്ച അല്ലെങ്കിൽ പുല്ല് നടുന്നത് അവിടെ ഒരു ഭിത്തിയായി, ബെഡായി മാറി, നാച്ചുറൽ അവിടെ ഒരു പ്രകൃതിയെ തന്നെയായി മാറുന്നത്, ഒരു തിട്ട അല്ലെങ്കിൽ മാണ്ടിയായിട്ട് രൂപപ്പെടും. പിന്നെ അത് സ്വാഭാവികമായിട്ട് അവിടെ നിന്നോളും. ഓക്കെ. നമുക്കിതിപ്പം ഇത് ചെയ്യുന്നതിന് 4 ലക്ഷം രൂപയ്ക്ക് എത്ര സ്ഥലം? നമുക്ക് ഒരു മീറ്റർ അല്ലെങ്കിൽ 1 അടി അങ്ങനെ നമ്മൾ തിരിച്ചു നോക്കിയിട്ടില്ല. ഇതിപ്പം പഞ്ചായത്തിന്റെ പ്രൊജക്റ്റ് ആണ്. തൊഴിലുറപ്പ്, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഞ്ചായത്തിൽ ഇത് ചെയ്യുന്നത്. പ്രകൃതിയുമായി ഏറ്റവും യോജിച്ച് നിൽക്കുന്ന രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മനോഹരമായി നമുക്ക് കാണാൻ പറ്റും. തൊഴിലാളികൾ ഒരു ഉത്സവം പോലെയായിരുന്നു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നാടൻ പാട്ടൊക്കെ പാടി ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വന്ന് വളരെ ഭംഗിയായാണ് ഞങ്ങൾ അതിന്റെ ഉദ്ഘാടനം. ഇതിപ്പോൾ മറ്റ് പഞ്ചായത്തുകളിൽ, ഇത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് മറ്റ് പഞ്ചായത്തുകളിൽ ഇത് ഈ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തൊഴിലുറപ്പിനെ ഉൾപ്പെടുത്തി
നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെയ്യുന്ന കാര്യം തയ്യാറാക്കി അനുവാദം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും പൊതുവായിട്ടുള്ള വലിയ വലിയ തോടുകൾ, ചെറിയ തൊടുകുകൾ, കണ്ടത്തിൽ നിന്നൊക്കെ വെള്ളം ഇടിഞ്ഞ് മട വീഴുക അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഏറ്റവും പ്രയോജനകരമായ ഒരു സംവിധാനമാണ്. ഓക്കെ സാർ, അപ്പോൾ താങ്കളുടെ ഇത്രയും വിലപ്പെട്ട തിരക്കിൻ്റെ ഇടയ്ക്ക് ഇത്രയും സമയം തന്നതിൽ നന്ദി പറയുന്നു. താങ്ക് യു സാർ. നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വതസിദ്ധമായ തോട് അല്ലെങ്കിൽ പുഴ. അപ്പോൾ അതിന് മുകളിലേക്ക് ഇവിടെ ഇങ്ങനെ പറമ്പ് പ്രദേശങ്ങൾ വരുന്നു. ഇവിടെ ചെറിയൊരു ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 2-3 അടി കൂടുതലുണ്ട്, 3 അടി കൂടുതലുണ്ട്. അതിനുശേഷം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടി താഴേക്ക് എടുത്തിരിക്കുന്നു. ഇത് നിറയെ പുല്ലുകൾ നട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇടയ്ക്ക് തോട്ടിലേക്ക് വെള്ളം പോകുന്നതിന് വേണ്ടി ഇടയ്ക്ക് അവരിവിടെ ഇങ്ങനെ ചെറിയ ചാലുകൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മണ്ണൊലിപ്പുണ്ടാകുന്നില്ല, മാണ്ടി ഇടിഞ്ഞു പോകുന്നൊരു പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇതിവിടെ ശരിക്കും നന്നായി പിടിച്ച് ചെളിയോട് ചേർന്ന് നിന്നിരിക്കുന്നു. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിങ്ങനെ ഇവിടെ വലിയ ടാസ്കില്ലാതെ ഇത് തേച്ച് പിടിപ്പിക്കാൻ സാധിക്കും. ഇത് ഇവിടെ ഇങ്ങനെ ചെളി വാരി തേയ്ക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഷീറ്റുകൾ വിരിക്കുന്നു. അതിനുശേഷം കൊച്ചു കുറ്റികൾ അതിൽ അടിച്ചു കൊടുത്ത് അത് മുറുക്കുന്നതെല്ലാം കുറ്റികളാണ് അടിച്ചുറപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിൽ ചെറിയ ചെറിയ ഗ്യാപ്പിൽ കൂടി പുല്ലുകൾ നട്ടു കൊടുക്കുന്നു. സോ ഇത് ഡെഫിനറ്റ്ലി ഒരു നാച്ചുറൽ വാളായി മാറുന്നു. നമുക്ക് പുല്ലിൻ്റെ വളർച്ചയുടെ കാര്യത്തിൽ യാതൊരു സംശയങ്ങൾക്കും ഇടയില്ല. വളരെ നന്നായി ഇത് പശുവിന് കൊടുക്കാനുള്ള നല്ല രീതിയിലുള്ള പുല്ലുകൾ ഉണ്ടാകുന്നു. ഇത് ഈ പ്രദേശത്ത് ചെയ്തു പോയിരിക്കുന്നത് വളരെ വൃത്തിയായിട്ടാണ്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു സൈഡ് കണ്ട പ്രദേശം, അതിന് മറു സൈഡിൽ കൂടി വെള്ളം ഒഴുകുന്നു. ഇതിനൊരു 2 അടി വീതിക്ക് 2 അടിയിൽ കൂടുതൽ വീതി ഉണ്ടാവും മുകളിൽ. അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് കണ്ടത്തിൽ നിന്നും വെള്ളം വരുന്നത് കൂടുതലായി വരുന്ന സ്ഥലം ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുകൾ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം അപ്പുറം പുല്ല് ഇതിൻ്റെ മുകളിൽ കൂടി നട്ടുപിടിപ്പിക്കുന്നു. ഈ നട്ടുപിടിപ്പിക്കുന്ന പുല്ല് വളരെ ശക്തമായ നല്ല രീതിയിൽ വളരുന്നുണ്ട്, കയറുന്നൊരു പ്രശ്നമല്ല. അപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ വേരുകെട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു മതിൽ പോലെ പ്രവർത്തിക്കുന്നതാണ്.